തീപാറും പോരാട്ടമോ എന്നാണ് ചോദ്യം. മധു, തീപാറില്ലേ പോരാട്ടം? തീയും തീപ്പൊരിയും ഒക്കെ പാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇന്ന് തുടക്കം വിട്ടത്. എനിക്ക് തുടക്കം എന്ന് പറയാം. ഞാൻ പ്രഖ്യാപനം വന്ന് റോഡ് ഷോ ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ 1, 2, 3, 4 ആവർത്തി പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു തുടക്കം എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിപ്പോൾ കുറഞ്ഞ കാലത്തെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പരിചയങ്ങളേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നു കണ്ട മുഴുവൻ കാഴ്ചയും ഒരു കൊട്ടിക്കലാശത്തിന്റെ ചേലും ചിലവുമൊക്കെയുള്ള കാഴ്ചകളാണ് കണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അതിന് നമുക്ക് ഇപ്പൊ നോക്കൂ, ഈ സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ എല്ലാ പാർട്ടികളുടെയും മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒരേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. പക്ഷെ ഇന്ന് നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കോൺഗ്രസും BJPയും കളത്തിലില്ലാത്തത് കൊണ്ട് CPMന്റെ പ്രചാരണ പരിപാടികൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് പാടില്ല, നമുക്കൊരു അനുവാദം കാത്തു സൂക്ഷിക്കണമെന്ന് പറയാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. കാരണം ഈ നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇക്കണ്ട മണ്ഡലങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും റോഡ് ഷോയുമായി കളത്തിലിറങ്ങുകയാണ്. ഇതിൽ ഒരു അനുവാദ വ്യത്യാസം ഉണ്ടായത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നല്ല, പകരം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ കാര്യത്തിൽ, മുന്നണികളുടെ കാര്യത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PR സുനിൽ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു 14-ാം തീയതിയോ 15-ാം തീയതിയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. PR സുനിലെ നമുക്ക് ആ നിലയ്ക്കൊരു സുനിൽക്ക് അനുകൂലമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഒരു സമയം എടുത്തോട്ടെ, PR സുനിലിനെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നും ഇന്ന് തന്നെ തീയതി പ്രഖ്യാപിക്കുമെന്നും ഡൽഹി ബ്യൂറോയാണ് കേരളത്തെ അറിയിക്കുന്നത് ആദ്യമായിട്ട്. ശരി, മിസ്റ്റർ കൺസൾട്ടിംഗ് എഡിറ്റർ, അദ്ദേഹത്തിന്റെ സമയമാണെങ്കിൽ അദ്ദേഹം അനുവദിക്കില്ല കേട്ടോ. എന്റെ ഫ്ലോ പോയി ശരി, അഭിനന്ദനമായി, നല്ല കാര്യം അതുകൊണ്ട് സമ്മതിച്ചെന്നിരിക്കുന്നു. അപ്പൊ ഞാൻ എവിടെയായിരുന്നു നിർത്തിയത്? ഓക്കെ, അപ്പൊ അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ കൃത്യമായി അറിവുകളുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കാണല്ലേ ഉണ്ടാവേണ്ടത്, അവർക്ക് ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഒരു 10 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാമല്ലോ, ഒരു 10 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാമല്ലോ BJPക്കും. അപ്പോൾ ആ നിലയ്ക്ക് പോലും ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തെ കാൽക്കുലേഷൻ ഉണ്ടായില്ലെങ്കിൽ അതിന് CPMന്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ആളുകൾ, വളരെ ഷുവർ ആയിട്ടുള്ള ആളുകളെങ്കിലും പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് കാണേണ്ടതായിരുന്നുള്ളൂ. 25 ദിവസമാണ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറയപ്പെട്ടതുപോലെ 8 ദിവസമാണ് ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മുന്നോട്ടുള്ളത്. ആ 8 ദിവസത്തിനുള്ളിൽ ബാലികായറ മലകൾ അധികം പിന്നിടേണ്ടി വരുന്നുണ്ട് മറ്റ് മുന്നണികൾക്ക് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ശരിയാണ്, 4-5 മണ്ഡലങ്ങളിൽ LDFന് പ്രഖ്യാപിക്കാനുണ്ട്. പക്ഷെ 4-5 എന്നതിനപ്പുറത്ത് ഈ പറയുന്ന 140 ഇടങ്ങളും പ്രഖ്യാപിക്കാൻ ബാക്കി നിൽക്കുകയാണ് മറ്റു മുന്നണികൾക്ക് എന്നുള്ളത് പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 കാര്യങ്ങളാണ്. ദുർഭരണം എന്നുള്ളതാണ് UDF മുന്നോട്ട് വെക്കുന്നത്, ഇരുണ്ട കാലം എന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ഏതാണ് എന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ നേരത്തെ MP രാജേഷ് നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ പ്രളയം വന്നപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഓഖി വന്നപ്പോൾ LDF അല്ല, ഇവിടെ കേന്ദ്ര നയങ്ങൾ ഈ നിലയ്ക്ക് നമ്മളെ വരിഞ്ഞു കിട്ടിയപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ, ഇവിടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടായപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ശേഷം രമേശ് ചെന്നിത്തല വരുന്നു. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ മുന്നോട്ട് വെച്ചൊരു മേജർ പ്രോജക്റ്റ് പറയൂ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കാണ് ഇത്തവണ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, VD സതീശൻ എടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി, വളരെ ഉറച്ച നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നാണ് അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്ന സമയത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, സംഘടനാകാര്യ ചുമതലയുള്ളത് KPCC അധ്യക്ഷനാണ്. പക്ഷേ KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം സുധാകരന്റെ കാര്യത്തിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സുധാകരന്റെ പോലും കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒരു നയതന്ത്രത്തിന്റെ പ്രശ്നമുണ്ട്. എന്തായിരുന്നു സണ്ണി ജോസഫിന്റെ ഈ കാര്യത്തിലെ പ്രിവിലേജ് എന്ന് പറയുന്നത്? KPCC അധ്യക്ഷനാകാനുള്ള അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുമ്പോൾ കോൺഗ്രസും UDFും കണ്ടത് എന്താണ്? ഒരു സമവായം എന്ന നിലയ്ക്കാണ്, ഒരു സാവകാശവും സമാധാനവുമുള്ള മനുഷ്യൻ എന്നുള്ളതാണ്. നല്ല സംഘടനാ ചുമതല കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരാൾ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ എന്ന നിലയ്ക്കാണ് സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം സുധാകരനെ ഡയറക്റ്റായി കോൺഫ്രണ്ട് ചെയ്തുകൊണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം, അതിൽ അദ്ദേഹം കുറച്ച് പിന്നോക്കം പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. VD സതീശൻ നിലപാടെടുക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഈ കുറുമുന്നണികളുടെ കാര്യത്തിൽ, ഈ സാമുദായിക സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ ഇന്ന് ശിവഗിരിയിൽ നിന്ന് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. 18 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ, രാഷ്ട്രീയത്തിൽ അങ്ങനെ ഡയറക്റ്റായി ഇടപെടേണ്ട പ്രസ്ഥാനമല്ല ഇത് എന്ന് മറ്റൊരാൾ പറയുകയും ചെയ്യുന്നുണ്ട്.
നോക്കൂ, അങ്ങനെ എല്ലാ സാമുദായിക ശക്തികളുടെയും തീരുമാനത്തിനനുസരിച്ച് വശപ്പെട്ടു പോകാനുള്ള സാവകാശമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. അതിൽ കൃത്യമായ നിലപാടെടുക്കണം. കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പൊ ജി സുധാകരന്റെയൊക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിനെ അക്കോമഡേറ്റ് ചെയ്യാത്ത, അംഗീകരിക്കാത്ത, കൊടിക്കുന്നിൽ സുരേഷിന് വലിയ പ്രാതിനിധ്യം കൊടുക്കാത്ത ഒരു UDF ഒരു കോൺഗ്രസോ ഇവിടെയുണ്ടോ? എത്ര കാലമായി അദ്ദേഹം അധികാരത്തിലിരിക്കുന്നു. എന്നിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് ശിവഗിരിയിലെ സ്വാമി പറയുകയാണ് KPCC അധ്യക്ഷനാകണമെന്ന ആഗ്രഹം അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്ന്. ശിവഗിരി പോയാണോ പറയേണ്ടത് എനിക്ക് KPCC അധ്യക്ഷനാകണമെന്ന്? അദ്ദേഹത്തിന് പറയാൻ ഈ പറയുന്ന അധികാരവും സ്വാതന്ത്ര്യവുമില്ലാത്ത ഏത് കോൺഗ്രസ് ഇവിടെ അവശേഷിക്കുന്നത്? കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ BJPയുടെ അംഗങ്ങൾ പോലും അത്രയും മുതിർന്ന ലോക്സഭാ അംഗം എന്ന നിലയ്ക്ക് നിശബ്ദരാകാറുണ്ട് അല്ലേ? അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് സ്വന്തം പാർട്ടിയുടെ പറഞ്ഞൂടെ എനിക്ക് KPCC അധ്യക്ഷനാണെന്ന്? ശിവഗിരി പോയാണോ പറയേണ്ടത്? എന്താണ് UDF കൺവീനർ ചെയ്യുന്നത്? ശിവഗിരിയിലൂടെ സ്വാധീനം ചെലുത്തുകയാണ്. ഈ നിലയ്ക്കുള്ള ഈ സാമുദായിക സമ്മർദ്ദ രീതികളൊക്കെ വെച്ച് പൊറിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് സണ്ണി ജോസഫ് അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് VD സതീശനെങ്കിലും പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ പ്രതീക്ഷയും. ഇപ്പോൾ നോക്കൂ, ഡയറക്റ്റായി നിൽക്കുന്ന രണ്ട് കാര്യം വികസനവുമായി ബന്ധപ്പെട്ട കാര്യവും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണല്ലോ. നമ്മുടെ സർവേയിലടക്കം ഏറ്റവും അധികം ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം വയനാട്ടിലെ പ്രശ്നം ആദ്യത്തെ ഘട്ടത്തിലെ വീടുകളുടെ മുഴുവനും ഉദ്ഘാടനം പൂർത്തിയാക്കി കൈമാറിയിരിക്കുന്നു. തീർന്നോ? ഇല്ല. 1 ലക്ഷം രൂപ വീതം വീട്ടുസാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അനുവദിക്കുകയാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണ് എന്നാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള പോസ്റ്റിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കണക്കുകളല്ല, ഓരോ വീടിനും ബോധ്യപ്പെടുന്ന കരുതലാണ്, ഉറപ്പാണ്, ഓരോ കുടുംബവും അനുഭവിച്ചറിഞ്ഞ ഉറപ്പാണ് എന്നുള്ളൊരു വരിയാണ്. അപ്പോൾ വയനാട് പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്, നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു കല്ലിട്ടു കേട്ടോ, അങ്ങ് വെറുതെ പറഞ്ഞാണ്, കല്ലിട്ടു, പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ആയില്ല. ഓക്കെ, കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരി, അത് വലിയ പ്രശ്നമാണ്. ഒരു വീട്, ഞാൻ മുമ്പും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വീട് പൂർത്തീകരിച്ച് കൈമാറിയിരുന്നെങ്കിൽ ഈ നിലയുണ്ടാവില്ലായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് BJPയും. എന്താണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ പറഞ്ഞത്? അവിടുത്തെ ദുരന്തത്തിന്റെ ആഘാതം വലുതല്ല എന്ന് പോലും പറഞ്ഞ നേതാക്കളുണ്ട്. ഇപ്പോൾ ശരിയാണ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന രീതിയിൽ അതൊരു കടത്തിയ പ്രയോഗമായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായി സഹായം കിട്ടാൻ ആവശ്യമായത് ഏതു കാറ്റഗറിയിൽപ്പെട്ടതാണോ അതിൽ ഉൾപ്പെടുത്തി സഹായം വേണമെന്ന് കേരളത്തിന്റെ ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ബജറ്റുമായി ബന്ധപ്പെട്ട അലോക്കേഷൻ നമുക്ക് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞ എന്താ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ല എന്ന് പറയാം, ഞങ്ങൾ തരാം. അങ്ങനെ പിച്ച തണ്ടാൻ പോയി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? ആത്മാഭിമാനമുള്ള ജനങ്ങളല്ലേ നമ്മൾ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകിയതാണ്. പ്രധാനമന്ത്രി പോയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിമർശിക്കപ്പെടുന്ന എന്തിന്റെ പേരിലാണ്? ഇപ്പൊ പൊങ്കാല കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് പങ്കുവെച്ചപ്പെട്ട ഒരു ചിത്രം എന്താണെന്നറിയാമോ? ബൈപ്പാസിൽ നിറയെ മാലിന്യ കൂമ്പാരമാണ് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും എനിക്ക് അത്തരം ചില പരാതികൾ ഇല്ലാതില്ല, ഭേദപ്പെട്ടതായിരുന്നു ഇപ്പോഴത്തേത് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ VKP മേയറായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ആർക്കും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി മുന്നോട്ട് പോയിരുന്ന ഒന്നാണ്. ആ കോർപ്പറേഷൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. ആ ജനകീയത കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ VKP ഇതാ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BJP അപ്പുറത്ത് നിൽക്കുന്നു. നമുക്ക് ബജറ്റിലില്ല, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴില്ല, നമുക്ക് പ്രളയമുണ്ടാകുമ്പോഴില്ല, ഇവിടെ തന്ന അരിയുടെ കണക്ക് വരെ പിന്നീട് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ CPM പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ, ഇന്നത്തെ ദിവസത്തെ ഈ കണക്കുകൂട്ടലിനൊക്കെ അപ്പുറത്ത് പണം ഒരു വലിയ പ്രശ്നമായിരിക്കും കോൺഗ്രസിനും എന്ന് ഉള്ള കാര്യത്തിൽ തർക്കമൊന്നും. പ്രചാരണ കാലയളവിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫണ്ട് തന്നെയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ സീറ്റ് എവിടെ നിന്ന് സമാഹരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ 110 സീറ്റ് എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്, ഈ 100 സീറ്റിലധികം എന്ന് LDFും പറയുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തര കേരളത്തിൽ 8 സീറ്റാണ് ഉള്ളത്. അവിടെ നിന്ന് അധികം സമാഹരിക്കാൻ പോകുന്ന സീറ്റ് ഏതാ? അതേസമയത്ത് പേരാവൂർ, ഇരിക്കൂർ പറയുന്നില്ല, പേരാവൂർ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാകാനും പോവുകയാണ്. അധികം സമാഹരിക്കാൻ കഴിയുന്ന സീറ്റ് ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. MK രാഘവൻ അവിടെ മത്സരിക്കണമെന്ന് ഒരു പക്ഷം പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം MK രാഘവൻ മത്സരിച്ചപ്പോഴൊന്നും മാറ്റിക്കുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ലോക്സഭയിലാണ് എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷെ അതും വിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ സുധാകരന്മാരുടെ കലാപത്തിന് വഴിവെച്ചു കൊടുക്കാൻ ഇനി സമയമില്ല എന്നത് പ്രധാനമാണത്. ഇനി G സുധാകരൻ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് UDF പിന്തുണ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇത് G സുധാകരൻ നൽകിയൊരു മുന്നറിയിപ്പായിട്ട് കണക്കൂട്ടിയാൽ മതി. G സുധാകരൻ നാളെ UDFന്റെ പിന്തുണയോടുകൂടി അവിടെ നിന്ന് ജയിച്ചു വരികയോ UDFന്റെ ഭാഗമൊക്കെ ആവുകയോ ചെയ്താലും G സുധാകരൻ മിണ്ടാതിരിക്കുമോ? ഇല്ല. പിണറായി വിജയൻ പാർട്ടി വിട്ടുപോയാലും, നേരത്തെ അരുൺകുമാർ പറഞ്ഞു, പിണറായി വിജയൻ പാർട്ടി വിട്ടുപോയാലും ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞത്. G സുധാകരൻ ഇത്രയും കാലം നിന്ന് ഇത്രയും പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് ഇതാണ് ഒരു ഇലക്ഷൻ കാലത്ത് ചെയ്യുന്നത് എങ്കിൽ UDFിൽ പോയാൽ G സുധാകരൻ അടങ്ങിയിരിക്കുമോ? ഇല്ല. മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ
വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പൊ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 8 ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുള്ളത്. ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത്. പക്ഷേ എന്തു സംഭവിച്ചാലും ഏറ്റവും വലിയ പോരാട്ടം അടുത്ത കാലത്ത് ആളും അർത്ഥവും വെച്ചുള്ള ഏറ്റവും വലിയ പോരാട്ടവും അതിനൊപ്പം സമൂഹ മാധ്യമങ്ങളിലുള്ള ഏറ്റവും വലിയ പോരാട്ടവും PR പോരാട്ടവും ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നത്. ഇതിൽ ഒരു കണക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണേ, ഇലക്ട്രൽ ബോണ്ട് വാങ്ങുമ്പോൾ BJP 6500 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയ 2 പാർട്ടികൾ, ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസുമാണ്. അന്ന് 1200 കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാങ്ങിയത്. 1123 കോടി രൂപ. CPM ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല. അപ്പോൾ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് CPM-ന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ വാങ്ങിയ പാർട്ടി കോൺഗ്രസ് ആണ്, CPM അല്ല. 2023-24 കണക്കൂടി പുറത്തു വന്നിട്ടുണ്ട്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1225 കോടി രൂപയാണ് 2023-24 സാമ്പത്തിക വർഷം കിട്ടിയ വരുമാനം. CPM-ന് കിട്ടിയതാവട്ടെ കഷ്ടിച്ച് 167 കോടി രൂപ മാത്രമാണ്. അപ്പോൾ പൈസ കയ്യിലില്ല എന്നുള്ളതൊന്നും CPM പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ നേരിടേണ്ടത് ഇന്ത്യ മുഴുവനായിരിക്കാം. പക്ഷേ നോക്കൂ, പൈസ കയ്യിലില്ലാത്തതുകൊണ്ടല്ല ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടനം നടക്കാത്തത്. അത് പാർട്ടിക്കുള്ളിൽ ആശയപരമായി എന്താണ് ഒരു റോഡ് ഷോ നടത്താൻ വേണ്ടി റോഡ് ഷോ എന്നല്ല, റോഡ് ഷോ ഒക്കെ CPM പ്ലാൻ ചെയ്തതാണ്. CPM മാത്രമേ നടത്തിയിട്ടുള്ളൂ, CPM നടത്തിയിട്ടില്ലല്ലോ. അല്ല, അത് അവരുടെ പാർട്ടിയുടെ പ്ലാൻ. കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മതി, അതിന് മുന്നേ ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്നത്, അതിന് മുന്നേ പ്രചാരണം തുടങ്ങാൻ ഫണ്ടില്ല എന്ന് തന്നെയാണ്. അതാണ് എങ്ങനെയാ പൈസ ഇല്ല എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അതുകൊണ്ടല്ലേ ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഈ കണക്ക് നിങ്ങൾ മാത്രമല്ല ഇവിടെയും ദേശീയ തലത്തിൽ തന്നെ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ടല്ലോ CPM-ന്. സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ കിട്ടിയിരിക്കുന്നത് എത്ര? 10-1 കിട്ടിയിട്ടുള്ളൂ. ശരി, അങ്ങ് ഇതിനിടയ്ക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഇവിടെ തമിഴ്നാട് സർക്കാരിന്റെ പരസ്യം ഉണ്ട് കേട്ടോ, ഫ്രണ്ട് പേജിൽ തന്നെ പത്രത്തിൽ. അതെ, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എങ്ങനെ ശരിയാവുക? അത് ശരിയാവില്ല. എങ്ങനെ തമിഴ്നാട് സർക്കാരിന്റെ പരസ്യം സ്വാഭാവികമായിട്ട് കേരളത്തിൽ വരുന്നു? അത് ആർക്ക് വിജയിപ്പിക്കാനാ? അതും ചോദിച്ചാൽ അത് കുഴപ്പമില്ല, അത് കുഴപ്പമാണ്. തെലങ്കാന സർക്കാരിന്റെ തെലങ്കാന മാത്രമേ അങ്ങ് പറഞ്ഞുള്ളൂ, ഞാൻ ഓർമ്മിപ്പിച്ചതാ. സാർ, അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാലിന്റെ ഘടകകക്ഷിയാ. അത് അവരോട് ചോദിക്കണം. അവിടെ വേറെ ഘടകകക്ഷി ഉണ്ട്, CPM ഉണ്ട്. അതാണ് അവിടെ നമുക്ക് കോൺഗ്രസിനും CPM-നും തമിഴ്നാട്ടിൽ വലിയ അല്ലാത്ത ന്യായം. തമിഴ്നാട് ഇതുവരെ മിണ്ടിയില്ല. ഞാൻ തമിഴ്നാട് പറഞ്ഞ ഉടനെ തമിഴ്നാടുണ്ട്. തമിഴ്നാട് പണ്ട് ഭരിച്ചത് കോൺഗ്രസ്, CPM അല്ല. കോൺഗ്രസ് ഭരിച്ച മൂപ്പനാരുടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് CPM-നെ പോലെ ഒരു ഘടകകക്ഷി, അത്രേ ഉള്ളൂ. ഞാൻ DMK സർക്കാരിന്റെ പരസ്യത്തെ കുറിച്ചാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് DMK കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് സർക്കാരിന്റെ പരസ്യം ടാക്സ് പേരുടെ മണി ഉപയോഗിച്ച് നമ്മുടെ തൊട്ട് അതിർത്തി പോലും അല്ലാത്ത കേരളത്തിൽ ടാക്സ് പേരുടെ മണി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പരസ്യം. അത് തമിഴ്നാട് കേരളത്തിന്റെ അതിർത്തിയിലാണ്. അതിർത്തിയുടെ പ്രശ്നമായിരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ? അല്ല, കുറച്ചും കൂടെ അപ്പുറത്ത് കൂടെ കടന്നിട്ട് അങ്ങോട്ട് പോകണം. അതാണ് കർണാടക കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു. നമുക്ക് ഏതായാലും ഇവിടെ തീരുമാനിക്കേണ്ടപ്പോ തൽക്കാലം. എനിക്ക് മനസ്സിലാവാതെ തെലങ്കാനയിലെ ടാക്സ് പേരുടെ മണി ഉപയോഗിച്ച് കോൺഗ്രസ് പരസ്യം ചെയ്താൽ അത് തെലങ്കാന സർക്കാരിന്റെ PR. കേരള സർക്കാർ കേരളത്തിൽ PRD-യുടെ പരസ്യം കൊടുത്താൽ അത് ടാക്സ് പേരുടെ മണി. ഈ വിചിത്രവാദമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ മാധു പറഞ്ഞതിന്റെ കൂടെ ഒരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ട്. മാധു പറഞ്ഞല്ലോ, ഈ ശിവഗിരിയിലെ സ്വാമി ഇന്നിപ്പോൾ 18 സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു. CPM-ലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഭയുടെയോ സമുദായത്തിലെയോ നേതാവിന് ധൈര്യം വരൂ? ഏതെങ്കിലും സഭയിലെ നേതാവിന്? ഒരു സഭ തൃശ്ശൂരിൽ 4 സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് പറഞ്ഞത്, സ്വന്തം സഭയിൽ നിന്ന്. പറയുകയല്ല, ആദ്യമായിട്ട് എഴുതി കൊടുത്തു, സർക്കുലർ എഴുതി കൊടുത്തു. കേരളത്തിൽ CPM-ന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ശിവഗിരി മഠത്തിനോ കേരളത്തിലെ ഏതെങ്കിലും ധൈര്യപ്പെടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ശിവഗിരിയിൽ നിന്ന് വന്ന മറ്റൊരു അഭിപ്രായം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട പ്രസ്ഥാനമല്ല ഇതെന്നുള്ളതാണ്. അത് അഭിമാനകരമായ ഒരു. നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല, അത് അംഗീകരിച്ചതായിട്ട് ഇതുവരെ കോൺഗ്രസിൽ ഒരാളുടെ പ്രതികരണം വന്നിട്ടില്ല. നമുക്ക് അവിടെ പോയി കോൺഗ്രസ് എനിക്ക് KPCC അധ്യക്ഷനാകണമെന്ന് പോയി പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷാണ്. എനിക്ക് മത്സരിക്കണമെന്ന് പറയുന്ന അടൂർ പ്രകാശ് ആണെങ്കിൽ മോശമാണ്. കേരളത്തിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ ഏതെങ്കിലും ഒരു സമുദായത്തിനടുത്ത് പോയിട്ട് എന്നെ മത്സരിപ്പിക്കണമെന്ന് പറയേണ്ട ആവശ്യം കേരളത്തിലെ CPM-ന് ഇല്ല. അതാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമായി മാറുന്നു. അവിടെ ഹൈക്കമാൻഡും ഇല്ല, സെമി കേഡറും ഇല്ല, ഒന്നുമില്ല. തീരുമാനിക്കുന്നത് ഇവിടുത്തെ സഭയും സമുദായവുമാണ് എന്ന അവസ്ഥയിലേക്ക് മാറരുത് എന്നതാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു ലെഗസി ഉണ്ട്. അതാണ് മാധു പറയാൻ ശ്രമിച്ചത്. ഞാൻ മാധുവിന്റെ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. Meet the editors.